8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പായതുകൊണ്ട് പൈസ വാങ്ങിയില്ല. സിനിമ വെളിപ്പെടുത്താത്ത സായികുമാർ. ഡബ്ബിംഗ് സമയത്ത് തന്നെ 8 നിലയിൽ സിനിമ പൊട്ടുമെന്ന് മനസ്സിലാക്കി നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ലഭിക്കാനുള്ള ബാക്കി പൈസ വാങ്ങാതെ ജഗതിയും സായികുമാറും അഭിനയിച്ചൊരു സിനിമയുണ്ട്. ചിത്രത്തിന്റെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും അന്ന് നടന്ന കാര്യങ്ങൾ സായികുമാറിന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആ നിർമ്മാതാവിനെ വീണ്ടും കണ്ടപ്പോൾ അദ്ദേഹം തന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സായികുമാർ തന്നെയാണ് വെളിപ്പെടുത്തിയത്. സിനിമയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും അമ്പിളിച്ചേട്ടനും കൂടിയുള്ള ഒരു സിനിമയാണ്. തിരുവനന്തപുരം ചിത്രാഞ്ജലി വെച്ചാണ് അതിൻ്റെ ഡബ്ബിംഗ് നടക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ എമൗണ്ട് അവർ തരാനുണ്ട്. ഡബ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ അത് 8 നിലയിൽ പൊട്ടാനുള്ള സിനിമയാണെന്ന്. ഞാൻ ചെന്നപ്പോൾ മുതൽ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ ബാലൻസ് പൈസ ഇതാ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കൈവയ്ക്ക്, ഞാൻ വാങ്ങിക്കോളാം. താഴെ ഒരു ചെട്ടിയാരുടെ വീടുണ്ട്, എനിക്ക് അവിടെ നിന്ന് കയറാനുണ്ട്, തിരിച്ചു വരുമ്പോൾ ഞാൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അമ്പിളിച്ചേട്ടൻ ഡബ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം എന്നെ കണ്ട പാടെ കഴിഞ്ഞു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 8 നിലയിൽ പൊട്ടാനുള്ളതാണെന്ന്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ 11 നിലയിലെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞ് ഒരാളുടെ കല്യാണ സമയത്ത് ഞാൻ ആ നിർമ്മാതാവിനെ വീണ്ടും കണ്ടു. ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പടമെന്ന്. 2.25 ലക്ഷം എനിക്ക് ലാഭം കിട്ടി ചേട്ടാ എന്ന് അയാൾ മറുപടി തന്നു. ഞാൻ അതെയോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അതെ ചേട്ടാ, ചേട്ടൻ്റെ 1 ലക്ഷവും അമ്പിളിച്ചേട്ടൻ്റെ 1.25 ലക്ഷവും എന്ന് മറുപടി തന്നു. കാരണം ഞാനും അമ്പിളിച്ചേട്ടനും അതിൻ്റെ പൈസ വാങ്ങിച്ചില്ല. അങ്ങനെ ആ പടത്തിന് ആകെ കിട്ടിയ ലാഭം 2.25 ലക്ഷം രൂപയാണ്, സായികുമാർ പറഞ്ഞു. ചില സിനിമയൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ പടത്തിലൊക്കെ ഇവരെങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഇത് പൊട്ടുമെന്ന് അവർക്ക് മനസ്സിലാവില്ലെന്ന്. ചില നടന്മാർ അഭിനയും ഇപ്പോൾ ജഗതി ആയാലും സായികുമാർ ആയാലൊക്കെ ഒരുപാട് അഭിനയിക്കാൻ അറിയത്തില്ലാത്ത നടന്മാരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴേ ഇവർക്ക് കാര്യം മനസ്സിലാവും ഇത് പൊട്ടാനുള്ള പടമാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളവരുണ്ട്. ജയസൂര്യ അഭിനയിച്ചിട്ടുണ്ട്, പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. അവർക്കറിയാം ഇത് പൃഥ്വിരാജിനൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും ഇത് ഡബ് ചെയ്യുന്ന സമയത്ത്. അതിന് മുമ്പേ മനസ്സിലാവും ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല.